വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം. വീണ്ടും സഭ ബഹിഷ്കരിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഇന്നെന്താ ചർച്ചയില്ലേ എന്നാണ് ചോദ്യം. ഇന്നെന്താ ചർച്ചയില്ലേ? ഈ പ്ലക്കാർഡാണ് നേരത്തെ, ഈ ബാനറാണ് നേരത്തെ സ്പീക്കർ പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിച്ചത്. കാര്യം ഇന്നെന്താ ചർച്ചയില്ലേ എന്ന് നേരത്തെ എഴുതി വരണമെങ്കിൽ ഈ അടിയന്തര പ്രമേയം അനുവദിക്കില്ല എന്ന് നേരത്തെ അവർക്കറിയാമല്ലോ എന്നാണ് സ്പീക്കർ ചോദിച്ചത്. മടിയിൽ കനം, സഭയിൽ ഭയം എന്നെഴുതിയ പോസ്റ്ററാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിപ്പിടിച്ച് പുറത്തേക്ക് വരുന്നത്. ഇന്നെന്താ ചർച്ചയില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഈ ബാനർ പക്ഷേ അകത്ത് പിടിച്ചപ്പോഴാണ് സ്പീക്കർ ചോദിച്ചത്, ഈ സഭയിൽ ഇത് ചർച്ച ചെയ്യില്ലെന്ന് നേരത്തെ അറിയാമായിരുന്നോ, അതുകൊണ്ടാണോ ഇത് സഭയിൽ നേരത്തെ അച്ചടിച്ചുകൊണ്ട് വന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷം ആ ബാനറും പിടിച്ച് സഭയ്ക്ക് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സഭയ്ക്ക് പുറത്ത് 2 MLA-മാർ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇപ്പോൾ തുടരുന്നുണ്ട്, സത്യാഗ്രഹം തുടരുന്നുണ്ട്. നമുക്ക് റോഷി പാലുണ്ട്. റോഷി, സഭയിലെ നടുത്തളത്തിലിറങ്ങി നേരത്തെ പ്രതിഷേധിക്കുന്നത് കണ്ടു. പരോൾ അനുവദിക്കുന്നതുമായി, ചട്ടവിരുദ്ധമായ പരോൾ അനുവദിക്കുന്നത്, പ്രത്യേകിച്ച് TP വധക്കേസ് പ്രതികൾക്കടക്കം പരോൾ അനുവദിക്കുക, പോലീസിനെതിരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കേസിലെ പ്രതിക്ക് 20 വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിച്ചിട്ടും 1 മാസത്തിനുള്ളിൽ തന്നെ പരോൾ അനുവദിക്കുന്ന സാഹചര്യം, അവരൊക്കെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. എന്നാൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയില്ല. അതിനെ തുടർന്ന് സ്പീക്കറും പ്രതിപക്ഷവും തമ്മിൽ കൊമ്പ് കോർക്കുന്നത് കണ്ടു. മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ രംഗത്ത് വരുന്നു. മന്ത്രി MP രാജേഷ് പ്രതിപക്ഷത്തിന് വിഷയ ദാരിദ്ര്യമാണ് എന്നാണ് വിമർശിച്ചത്. ശക്തമായ പ്രതിഷേധം സഭയ്ക്കുള്ളിൽ നമ്മൾ കണ്ടു. ഡയസിന് മുകളിലേക്കൊക്കെ ചില MLA-മാർ വലിഞ്ഞു കയറുന്നതും നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ പ്രവേശന കവാടത്തിന് പുറത്തേക്ക് ബാനറുമായി ഇറങ്ങിയവർ ഇപ്പോൾ മെയിൻ ഗേറ്റിന് പുറത്തേക്ക് വരികയാണ്. നമുക്കിപ്പം ഹരിമോഹനുണ്ട്. ഹരിമോഹൻ, പ്രതിപക്ഷം അങ്ങനെ സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വരികയാണ്. ബജറ്റ് ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കില്ല അല്ലേ? അരുൺ, തീർച്ചയായിട്ടും പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയ ശേഷം നടത്തുന്ന പ്രതികരണമാണ്. ഇന്നെന്താ ചർച്ചയില്ലേ എന്ന ബാനറുമായി ഇറങ്ങിയ പ്രതിപക്ഷം പ്രതികരിക്കുന്നതാണ് കണ്ടത്. റോഷിപാലിലേക്ക് പോകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ ഏറ്റുമുട്ടുകയായിരുന്നു ഭരണ പ്രതിപക്ഷാംഗങ്ങൾ. മന്ത്രി V ശിവൻകുട്ടിയും പ്രതിപക്ഷാംഗങ്ങളും തമ്മിൽ വാക്പോരുമുണ്ടായി. വിരട്ടണ്ട എന്ന് റോജി M ജോണിനോട് V ശിവൻകുട്ടി പറയുകയായിരുന്നു. ഡയസിലേക്ക് കയറാൻ പ്രതിപക്ഷാംഗങ്ങൾ ശ്രമിച്ചു. സ്പീക്കർക്ക് മുന്നിൽ ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു. സാർ, സഭയിലെ ഒരു മുദ്രാവാക്യം വിളിക്കുക, പ്രതിഷേധിക്കുക എന്തുകൊണ്ട് ചെയ്തോട്ടെ? മന്ത്രിമാർ ഇങ്ങോട്ട് വരണ്ട, ഭരണപക്ഷത്തെ വിരട്ടാൻ വേണ്ടി വരണ്ട. സാർ, ഞങ്ങളെല്ലാം ഓടുവത്ത് ഇറങ്ങിയവരല്ല. റോജി വിരട്ടണ്ട സാർ. സ്വർണ്ണക്കള്ളനാര് സാർ? സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത് സ്വർണ്ണക്കള്ളന്മാരാണല്ലോ. ബ്രേസ്ലെറ്റ് വാങ്ങിയത് ആര് സാർ? സ്വർണ്ണ കേസ്, സ്വർണ്ണക്കള്ള സാർ. ശ്രീ PK ബഷീറിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, അദ്ദേഹത്തെ താങ്ങണം, അദ്ദേഹത്തിന്റെ ഉടുമുണ്ട് കാക്കണമെന്നാണ്. ഒന്ന് വിഡ്രോ പ്ലീസ്, പ്ലീസ് LOP, പ്ലീസ് LOP, പ്ലീസ്. യെസ് സബ്മിഷൻസ്. യെസ്, ശ്രീ AP അനിൽകുമാർ നോട്ട് ഇൻ ദ സീറ്റ്. വിഷയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ബഹുമാനപ്പെട്ട LOP, നോക്കൂ, നിങ്ങൾ നോക്കൂ എന്താണ് ഉയർത്തിയ പ്ലക്കാർഡുകൾ തന്നെ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യണ്ട, നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ല, പകരം ഒരു സഭക്കകത്ത് റൊക്കസ് ഉണ്ടാക്കാൻ. യെസ്, ഓർഡർ. ശ്രീ K ബാബു നെന്മാറ ശ്രദ്ധ ക്ഷണിക്കൽ. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട നിയമസഭാ കവാടത്തിൽ പ്രതിപക്ഷ MLA-മാർ സത്യഗ്രഹ സമരം തുടരുകയാണ്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, അടിയന്തര പ്രമേയം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടായിരുന്നു. സ്വർണ്ണക്കൊള്ള ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം പ്രതികൾക്ക് പരോൾ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണ് പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ആ വിഷയത്തിലാണ് നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇന്നെന്താ ചർച്ചയില്ലേ എന്നാണ് ബാനർ. എന്താണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് റോഷിപാൽ? സ്മൃതി, ഇന്ന് നിയമസഭയിൽ ശൂന്യവേളയിൽ പ്രതിപക്ഷം KK രമ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് അത് ബഹിഷ്കരണത്തിൽ കലാശിച്ചത്.
പരോൾ അത് CPM പ്രതികൾക്ക്, കുറ്റവാളികളായ CPM നേതാക്കൾക്ക് നിരന്തരം പരോൾ നൽകുന്ന വിഷയം, അത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ നൽകുന്ന അടക്കം സഭയ്ക്കകത്ത് ചർച്ച ചെയ്യാൻ ലക്ഷ്യമിട്ടായിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പയ്യന്നൂരിൽ പോലീസിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ പ്രതിക്ക് ചട്ടം ലംഘിച്ച് പരോൾ നൽകിയതടക്കം ചൂണ്ടിക്കാണിച്ച് DIG TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ നൽകാൻ കൈക്കൂലി വാങ്ങിയെന്ന വിജിലൻസിന്റെ കണ്ടെത്തലും പരാമർശിച്ചുകൊണ്ടാണ് KK രമയുടെ നോട്ടീസ്. പക്ഷേ സ്പീക്കർ അത് അടിയന്തര പ്രാധാന്യമില്ലാത്തതുകൊണ്ട് നോട്ടീസെ പരിഗണിക്കാൻ കഴിയില്ലെന്ന നിലപാട് സ്വീകരിച്ചു. അങ്ങനെയാണ് പ്രതിപക്ഷങ്ങൾ നടുത്തളത്തിൽ പ്രതിഷേധിച്ചത്. ഏറെ നേരം സ്പീക്കർക്കെതിരെയും സർക്കാരിനെതിരെയും പ്രതിഷേധം തുടർന്നു. ഫ്ലക്സ് ബാനർ ഉൾപ്പെടെ ഉയർത്തി ഡയസിന് മുകളിൽ കയറാനടക്കമുള്ള ശ്രമങ്ങൾ സഭയ്ക്കകത്ത് ഉണ്ടായി. പിന്നീടാണ് പ്രതിപക്ഷങ്ങൾ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങിയത്. സർക്കാരിനെതിരെ ആരോപണമാണ്, സ്പീക്കർ സർക്കാരിന് കൂട്ടുനിൽക്കുന്നു എന്നാണ് ആരോപണം ഉയർത്തുന്നത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ്. കാരണം CPM നേതാക്കളായ പ്രതികൾക്ക് മാത്രമാണ് ജയിലിനകത്ത് ഇത്രയും സൗകര്യങ്ങൾ ലഭിക്കുന്നത്. അവർക്ക് പുതിയ മൊബൈൽ ഫോണുകൾ ലഭിക്കുന്നു, ആവശ്യമായ സൗകര്യങ്ങൾ ജയിലിനകത്ത് എങ്ങനെ പരോളിൽ ഇറങ്ങുന്നു, എത്ര തവണ പരോളിൽ ഇറങ്ങുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം ഇപ്പോൾ പുറത്ത് വിശദീകരിച്ചത്. കേന്ദ്ര ബജറ്റിൽ പാർലമെന്റിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു.